സഞ്ചാരികളെ ആകർഷിച്ച കോഴിക്കോട് വാണിമേലിലെ തിരിയക്കയം വെള്ളച്ചാട്ടം കോവിഡ് നിയന്ത്രണങ്ങളിൽ അയവ് വന്നതോടെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മലമുകളിൽ നിന്നും ചിന്നിച്ചിതറിയെത്തുന്ന വെള്ളച്ചാട്ടം, അലസമായി ഒഴുകുന്ന കുഞ്ഞരുവികൾ. കോഴിക്കോട് നഗരത്തിൽ നിന്നും 70 കിലോമീറ്റർ അകലെ വാണിമേലിലെ തിരിയക്കയം വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയാണിത്. ചുറ്റും നിറഞ്ഞ കാട്, പച്ചപ്പിനിടയിൽ പാൽ നിറത്തിൽ വെള്ളം കുതിച്ചു ചാടുകയാണ്. കണ്ടാൽ മതിവരാത്ത കാഴ്ച. നാദാപുരം തിരികക്കയം വെള്ളച്ചാട്ടം പ്രകൃതി ഭംഗി നിറച്ചുവെച്ച് വിളിക്കുകയാണ്. ഈയിടെ വാർത്താ ചാനലുകളിൽ വന്നിട്ടുള്ള തിരിയക്കയം വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ ഒരു വെള്ളച്ചാട്ടം ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്. കോഴിക്കോട് നിന്ന് ഇവിടേക്കുള്ള ദൂരം 70 കിലോമീറ്റർ ആണ്. പിന്നെ നാദാപുരത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ 15 കിലോമീറ്റർ ആണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള ദൂരം. തിരിയക്കയം വെള്ളച്ചാട്ടത്തെ പറ്റിയിട്ട് അധികം ആളുകൾക്കൊന്നും അറിയില്ല എന്നതാണ് സത്യം. പക്ഷേ ഈയിടെ ന്യൂസിലൊക്കെ വന്നതുകൊണ്ട് കുറേ ആളുകളൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് പ്രശസ്തമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണിത്. കല്ലാച്ചി വിലങ്ങാട് റോഡാണ്. ഈ ഒരു സ്ഥലം വെള്ളിയോടാണ്. വെള്ളിയോട് പള്ളിയാണ് ഈ കാണുന്നത്. ചരിത്രപ്രധാനമായിട്ടുള്ള പള്ളിയാണ് വെള്ളിയോട് പള്ളി. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ബസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ വിലങ്ങാടേക്ക് പോകുന്ന ബസ് കയറിയാൽ ഇവിടെ ഇറങ്ങാം. തിരിയക്കയം എന്നുള്ള സ്റ്റോപ്പിൽ ഇവിടെ ഇറങ്ങാൻ പറ്റും. ഈ കാണുന്ന ലെഫ്റ്റിലേക്കുള്ള റോഡിലാണ് പോകേണ്ടത്. ഇതൊരു ക്ഷേത്രത്തിൻ്റെ ബോർഡ് വെച്ചിട്ടുള്ള റോഡാണ്. ഇനി ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ട് എത്തും. നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നല്ലോണം സൗണ്ട് കേൾക്കുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഇതുപോലെ ചെറിയൊരു വഴിയാണ്. ഇതിലൂടെ കുറച്ച് നടന്നാലാണ് വെള്ളച്ചാട്ടത്തിനടുത്തേക്കായിട്ട് എത്തുക. അതാ ഇതുപോലെയുള്ള വഴിയാണ്.
ഭാഗത്തേക്കുള്ള ദൂരം കുറഞ്ഞു വരുമ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. പിന്നെ ഇറങ്ങിപ്പോവാൻ ഇതുപോലെയുള്ള വഴികളൊക്കെയാണ്. അപ്പോൾ പ്രായമായവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കാലിന് അസുഖമുള്ളവരോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നടക്കാൻ. ഇതുപോലെയുള്ള കുറച്ച് വഴികളൊക്കെ ഉണ്ട്. പക്ഷേ ഓവറായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, നടക്കാനൊക്കെ പറ്റും. ഇവിടെ മൊത്തത്തിലുള്ള വ്യൂ അടിപൊളിയാണ്. ഫോറസ്റ്റ് പോലെയാണുള്ളത്. കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ്. ചെറിയൊരു അരുവിയുണ്ട്. കുറച്ച് വെള്ളം മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നല്ല സൗണ്ട് ഉണ്ട്. നമ്മളിവിടെ എത്താനായിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തിരിയക്കായം വെള്ളച്ചാട്ടം. വെള്ളം ഒഴുകിയിട്ട് ഇതാ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിറയെ ആളുകളുണ്ട്. ന്യൂസിലൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ നിറയെ ആളുകൾ വരുന്നുണ്ട്. അടുത്തുള്ള ആളുകളൊന്നും അല്ലാതെ തന്നെ ദൂരെയൊക്കെയുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. അടി ഉയരത്തിലുള്ള വെള്ളച്ചാട്ടമാണിത്. നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് വരണം, എന്നാലേ ഇതുപോലെ നല്ല ശക്തിയിൽ വെള്ളം വീഴുന്നത് കാണാൻ പറ്റുള്ളൂ. മഴയല്ലാത്ത സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ല കാണാൻ. ഇപ്പം നല്ല സൂപ്പർ ടൈമാണ്. നല്ല അടിപൊളി വ്യൂ ആണ്.
വെള്ളം ഒഴുകി ഇതായി ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ നിറയെ ആളുകളുണ്ട്, അതുകൊണ്ട് ഓവറായിട്ട് അങ്ങോട്ടേക്കൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് തിരിയക്കയം വാട്ടർഫാളിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് ഇവിടെ ഒരു ഐസ്ക്രീം കാരനുണ്ട്. ഇവിടെ ഒരു തട്ടുകടയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്, ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പിന്നെ ഒരു കാര്യം മറന്നുപോലെ, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അവിടെ ചെറിയൊരു ബെല്ലൈക്കൺ കാണും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നിട്ട് അവിടെയുള്ള ഓപ്ഷനിൽ ഓൾ വേണേ ക്ലിക്ക് ചെയ്യാൻ, എന്നാലേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ ഇനി ഇവിടുന്ന് വിലങ്ങാട് ഭാഗത്തേക്ക് പോയാൽ ഇനിയും കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും, പക്ഷേ നമ്മളിപ്പോൾ പോകുന്നില്ല. അപ്പോൾ ശരി, നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു.